ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കംഫർട്ട് കണ്ടോ. തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ല തേർഡ് റോയില് നല്ല രീതിയിൽ കംഫർട്ട് നമുക്ക് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോ. സെൽട്ടോസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു അതിൻ്റെ ഒരു ഫീലിംഗ് എത്ര ഉണ്ടെന്ന്. സെൽട്ടോസ് ഒരു മെയിൻ ഹൈലൈറ്റ് സീറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റോ അതിൻ്റെ തേർഡ് റോ ആണ്. MPVൻ്റെ മെയിൻ ഹൈലൈറ്റ് അത് കൊറിയൻ ബ്രാൻഡ്. ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൊടുത്തത് കിയയുടെ MPV ആണ്, കിയ കാർസ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഇങ്ങനൊരു സ്പേഷ്യസ് ചെയ്യുന്ന ഒരു മോഡലും കൂടി കിയ കാർസ്. ഇന്നത്തെ വീട്ടിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ജസ്റ്റ് നോക്കിയിട്ട് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കിയയുടെ കാർസിൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് കിയ കാർസിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്യൂട്ട്നെസ്സോടെയാണ് ഈ വാഹനം കിയ പുറത്തിറക്കിയിട്ടില്ല. ആരായാലും നോക്കി പോകുന്ന ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. ഇത് മെയിൻ ഹൈലൈറ്റ് ആവാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് ലുക്കിന് എടുത്ത് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ആവാം, സ്പേഷ്യസ് ആവാം, നല്ല രീതിയിൽ സ്പേഷ്യസ് ഉള്ള ഒരു മോഡലും കൂടിയാണ് കിയ കാർണസ്. അതിനൊരു തേർഡ് റോയില് നല്ല രീതിയിൽ കംഫർട്ട് നമുക്ക് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ഫീല് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് രണ്ട് ഫ്രണ്ട് പ്രൊഫൈൽ ചെയ്തിട്ട് ജസ്റ്റ് വീഡിയോ തുടങ്ങാം. നമ്മളിതിന് വാക്ക് റൗണ്ട് വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് പോലെ നമുക്ക് അടുത്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. പണ്ട് ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ കിയുടെ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരെ താഴെ ഒരു കംപ്ലീറ്റ് പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ അകത്താണ് ഒരു ഗ്രിൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടച്ചബിൾ ഒരുപാട് എലമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാവും. നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ആ ഒരു എലമെൻറ്റ്സ്. നേരെ ഹെഡ് ലാമ്പ് സെക്ഷൻ നോക്കുകയാണ്. ഇവിടെയാണ് 10 ഇൻഡിക്കേറ്റേഴ്സും ഡിയറായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു, നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. നേരെ താഴെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പോയിട്ട് ഇവിടെയാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു 3 സാമ്പിൾ ആയിട്ടാണ് ഈ ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തത്. അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ടച്ചബിളായിട്ട് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രില്ല് യൂണിറ്റ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഒരു ഹണി കോപ്പ് ഗ്രില്ലും കൂടി നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ ഇപ്പോൾ ഓവർ ഇതാകുന്നൊരു സൈഡ് പ്രൊഫൈൽ വരുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് ആ ഒരു അലോയ് വീൽസാണ്. ഒരു ഡുവൽ ടോൺ കളറിലാണ് ഒരു അലോയ് വീൽസ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു അലോയ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 16 ഇഞ്ച് അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വന്നുള്ളത്. ഒരു വീൽ ആർച്ചസ് ഒക്കെ SUV ക്ലാഡിങ് പോലെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന രീതിയിലാണ് ഒരു വീൽ ആർച്ചസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഫെൻഡറൊക്കെ ഒരു വൈറ്റ് ബോഡി പോലെയാണ് ഒരു ഫെൻഡർ വന്നിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. ഉള്ള ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ട്രീറ്റ്മെൻറ്റിലെ ഡോർ ഹാൻഡിൽ വന്നുള്ള സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. അതിലാണ് 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ആ ഒരു ഗവൺമെൻറ്റിൽ ഫിനിഷിൽ ഒരു ബീഡിങ് പോകുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീണ ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ട അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന അലോയിലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമ്മൾ നേരെ ബാക്ക് പ്രൊഫൈലോട്ട് വരുമ്പോൾ കണ്ടോ, ഇതാണ് ഓവർ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ. എനിക്ക് മെയിൻ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ വെച്ചാൽ ഈ ഒരു ടൈലാംസാണ്. സ്പ്ലിറ്റഡ് ടൈലാംസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ കണക്റ്റഡും കൂടിയാണ് ടൈലാംസ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. IMT ഇൻഡിവിജ്വൽ മാനുവൽ ട്രാൻസ്മിഷൻ എന്ന IMT ഫുൾ ഫോം വരുന്നത്. അതുപോലെ കിയ കാർണസിൽ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്രോമല്ല, ഒരു സിൽവർ ഫിനിഷ് പോലെ കൊടുത്തിട്ടുള്ളത്. ഒരു ഗൺ മെറ്റൽ എന്ന് പറയുന്നത് ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എലമെൻറ്റ്. കാരണം ഒരു ക്രോമല്ല, അതായത് ഒരു ബ്ലാക്ക് ബാഡ്ജിങ്ങും അല്ല, രണ്ടിലും ചേർന്നുള്ളൊരു ഇതേ കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഫീച്ചർ. റിഫ്ലക്ഷൻ യൂണിറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തേക്കും. ഫ്രണ്ടിൽ പറഞ്ഞ ആ ഒരു എലമെൻറ്റ്സ് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തേക്കും കാണുമ്പോൾ തന്നെ. ആ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് അകത്താണ് അത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഫീച്ചർ. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ 216 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. നമുക്കിത് ഫോൾഡ് ചെയ്യാനും സാധിക്കും. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാനും സാധിക്കും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം ഒരു ഫ്ലാറ്റ് ബെഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്കതും മറ്റേ നമുക്കൊരു ക്യാമ്പിംഗ് പർപ്പസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. അത് റിക്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്താൽ മതി, റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തിട്ട് ഇതിൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ഹോൾഡറും. പിന്നെ ടൂൾ കിറ്റ് കാര്യങ്ങൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. സ്പെയർ വീല് താഴെയാണ് കൊടുത്തിട്ടുള്ളത്. MPVയിലൊക്കെ വരുന്നത് താഴെയാണ് സ്പെയർ വീല് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. കണ്ടോ, കീയുടെ ലോഗോ കൊടുക്കുന്നത്. അതൊരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന കീയാണ് ഈ അതിൽ വന്നിട്ടുള്ളത്. ലോക്ക് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ആക്കുന്നത്, പിന്നെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കുകയാണ് എന്നീ കാര്യങ്ങളാണ് കീയിൽ കൊടുത്തിട്ടുള്ളത്.
ഇത്രയ്ക്കാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് വിളി. നമുക്ക് ഇൻറ്റീരിയറിനെ കുറിച്ച് സംസാരിക്കാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ബീച്ച് കളറും ഒരു ബ്ലാക്ക് ഫിനിഷ് കൂടി മിക്സ്ഡ് ആയിട്ടാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗവൺമെൻറ്റിൽ ഫിനിഷ് ആയ കാരണം ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കേണ്ടത് കാണുമ്പോൾ തന്നെ. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ലോക്ക് അൺലോക്ക്. അതുപോലെ തന്നെ പവർ കൺട്രോൾസ് ബട്ടൺസ് ആണ് ഇവിടെ വന്നുള്ളത്. മെയിൻലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വാവ്, ആ ഒരു പാറ്റേൺ അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ? അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, കാരസൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെൽട്ടോസിൽ കണ്ടിരുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അല്ല, ഇതിലൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് സ്പോർട്ടി എടുത്ത് പറയുന്ന കാര്യം നമ്മൾ സെൽട്ടോസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു അതിൻ്റെ ഒരു ഫീലിംഗ് എത്ര ഉണ്ടെന്ന്. സെൽട്ടോസ് ഒരു ടർബോ ചാർജർ സെൽട്ടോസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കംഫർട്ടും ഒരു സ്പോർട്ടി ഫീലിംഗും നമുക്ക് സെൽട്ടോസിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ആ രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സിൻ്റെ കൺട്രോൾസാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ലെയിൻ കീപ്പ് അസിസ്റ്റൻ്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റും കൂടിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. മീഡിയ കൺട്രോൾസ് ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗിലും പറയാൻ സാധിക്കും. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസിൽ ഇവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത് ക്ലസ്റ്റർ. എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ തന്നെ ഇരുന്ന് അറിയാൻ സാധിക്കുന്നതാണ്. നമ്മൾ നേരെ സെൻട്രൽ കൺസോൾ ഇൻഫോടൈം സിസ്റ്റം കിയ ശരിക്കും ഒരു കൊറിയൻ ബ്രാൻഡാണ്. അത് മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഇന്ത്യയിലോട് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് കിയ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഫോൺ കണക്ടിവിറ്റി തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ IMT ഞാൻ പറഞ്ഞിരുന്നു, മാനുവൽ ട്രാൻസ്മിഷന്, ക്ലച്ച്ലെസ്, ഒരു ഡെഡ് പെഡലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കിയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അസാർഡ് ലാമ്പ്, ക്ലൈമറ്റ് കൺട്രോൾ AC, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC അതിൽ വന്നുള്ളത്. അതുമാത്രമല്ല വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ബട്ടൺസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 12 ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. USB പോർട്ട്, ഒരു C പോർട്ട്, ക്യാമറ വ്യൂ കണ്ട. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ക്യാമറയാണ് കിയ വാഹനത്തിൽ കൊടുക്കുന്നത്. കിയുടെ എല്ലാ വാഹനം നോക്കില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടാണ് വാഹനം പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കിയുടെ കുറിച്ച് പറയുന്ന സമയത്ത്. ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, AC വെൻ്റ്, ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് കാരണം നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി കാണുന്നതിനെ. പിന്നെ ആംബിയൻ ലൈറ്റ്സും വന്നിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജ് പോർട്ടാണ് ഇവിടെ കൊടുത്തുള്ളത്. പിന്നെ മേലെ ഗിയർ ബോക്സ്. ഇത് ക്ലച്ചില്ല, നല്ല സ്മൂത്തിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. മാനുവൽ വേണം, മാനുവലുണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ ഫീൽ വേണം, ഓട്ടോമാറ്റിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ്, മേലെ ഹാൻഡ് ബ്രേക്ക്, ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയ കോയിൻസ് കാര്യങ്ങളൊക്കെ വെക്കാൻ സാധിക്കും. പിന്നെ ഒരു MPVയിൽ വേണ്ട കാര്യം സൺ റൂഫ്. ഒരു സിംഗിൾ പാൻ സൺ റൂഫാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സൺഗ്ലാസ് ഹോൾഡർ, റീഡിങ് ലാമ്പ്, സൺറൈസ്, പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. അതിൽ വാഹനം ഡിസൈൻ. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഗ്ലോ ബോക്സാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് റോയും ജസ്റ്റ് നോക്കിയാൽ ശരിക്കും ഒരു MPVൻ്റെ ഫീല്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കംഫർട്ട് കൂടുതലും മനസ്സിലാവുക സെക്കൻഡ് റോയിലാണ്. അതും കൂടി ജസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സീറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റോ, അതിൻ്റെ തേർഡ് റോണ് MPVൻ്റെ മെയിൻ ഹൈലൈറ്റ് സീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ലോക്ക് അൺലോക്കും പവർ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോസിൻ്റെ സ്പീക്കേഴ്സാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ ഒരു MPV സെഗ്മെൻ്റ് ആയി കാരണം നല്ല രീതിയിൽ കംഫർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു USB 2 C പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കുന്നതാണ്. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, പാർസൽ ട്രേ ഒരു 3.5 kg നമുക്ക് ഇതിൽ വെയിറ്റ് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കപ്പ് ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ തേർഡ് റോ നോക്കി വെക്കാം. എല്ലാവരും പറയണത് ശരിയാണോ എന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം.
ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കംഫർട്ട് കണ്ടോ. തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡ് ആയ കാരണം നല്ല രീതിയിൽ കംഫർട്ട് ഉണ്ട്. നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ നമുക്ക് ലോങ് ട്രിപ്പ് ആയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ തേർഡ് ഡ്രോയും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ തേർഡ് ഡ്രോണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വൺ ടച്ചിൽ തന്നെ ഇതാണ് മെയിൻ ഹൈലൈറ്റ് ഫീച്ചേഴ്സ്. ഞാൻ ഇവിടെ സ്പേസുള്ള കാരണം ഇതിൽ കൂടെ കയറിയതാണ്. ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഭയങ്കര ഒരു സിമ്പിളായിട്ട് നമുക്ക് ഇറങ്ങാനും സാധിക്കുന്നതാണ് ഇതിൽ. സിമ്പിളായിട്ട് നമുക്ക് റിക്ലെയിം ചെയ്യാനും സാധിക്കും. കണ്ടോ, വൺ ടച്ചിലാണ് അത് ഓപ്പറേറ്റ് ആവണത്. നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഫീച്ചർ. നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.5 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 113 bhp പവറും 144 Nm ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എന്ന ഒരു എഞ്ചിനാണ്, പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫുൾ പാക്ക്ഡ് എഞ്ചിൻ കൂടെയാണ് വന്നിട്ടുള്ളത്. ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡൽ, ഫീച്ചേഴ്സ് ആയാലും ലുക്ക് ആയിട്ടും അത്യാവശ്യം നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു മോഡലും കൂടിയാണ് കിയ കാർനസ് എന്ന് പറയുന്നത്. നല്ലൊരു കംഫർട്ടും ഉണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കിയ കാർനസിൻ്റെ വിശേഷങ്ങളുള്ളത്. ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് വീഡിയോ നമുക്ക് പ്രിപ്പയർ ആയിട്ട് വന്നതല്ല, അന്ന് കണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു വീഡിയോ ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തു. അടുത്ത വഴി നല്ല ഇഷ്ടം ചെറിയൊരു